അപ്പം നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ, രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നാം നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ഒന്ന്, വിദ്യാഭ്യാസ പുരോഗതി ഒന്ന്, ജീവിത നിലവാരത്തിലെ പുരോഗതി രണ്ട്. എന്ന് വെച്ചാൽ നല്ല വീട് നോക്കൂ നിങ്ങൾ, എന്ത് രസമാണ് നമ്മുടെയൊക്കെ വീടുകൾ. പഴയകാലത്തെ മണ്ണ് തേച്ച നിലമാണോ, ടൈല് അല്ലെങ്കിൽ അല്ലേ മാർബിൾ, എന്ത് രസമാണ് നമ്മുടെ വീടുകൾ. എത്ര കളർഫുള്ളാണ്, എത്ര വില കൂടിയ കളറുകളാണ് നമ്മൾ വീടിൻ്റെ ചുമരിൽ പൂശണത്. എന്നിട്ടും എൻ്റെ ചോദ്യം ഇതാണ്, എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ജലീൽ ദാരിമി പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെ നിഷേധിക്കാൻ പറ്റും? പ്രതിവർഷം 3 കോടിയിലധികം ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം വരുന്നു. പ്രതിവർഷമാണിത്. 3 കോടിയിൽ പരം ആളുകൾക്ക് ശ്വാസകോശ രോഗം. ഇത് ചെറിയ കണക്കല്ലല്ലോ. 2 കോടിയിലധികം ആളുകളാണ് പ്രതിവർഷം ക്യാൻസർ രോഗത്തിന് അടിമകളാകുന്നത്. 2 കോടിയിൽ പരം ആളുകൾ. എത്ര ഭീകരമായ അവസ്ഥയാണ് ക്യാൻസർ. ജീവിതത്തിൻ്റെ സർവ്വരസങ്ങളെയും മുറിച്ചു കളയുന്ന മാരകമായ രോഗം, മരണം രോഗി കൊതിക്കുന്ന രോഗം. മോർഫിൻ പോലത്തെ മാരകമായ ഗുളികകൾ കഴിച്ച് വേദനകൾ അറിയാതിരിക്കാൻ, ശരീരത്തിന് പിടികൂടിയ ഭയാനകമായ വേദന അറിയാതിരിക്കാൻ മോർഫിൻ പോലത്തെ അതിമാരക സ്വഭാവമുള്ള മരുന്ന് കഴിച്ച് വയറും നാവും പൊള്ളിപ്പോവുന്ന, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ നൂഡിൽസ് വേവിച്ചു കൊടുക്കുമ്പോൾ ഈ ഉമ്മമാർക്ക് അറിയില്ല മക്കളെ മാരകമായ ക്യാൻസറിലേക്കാണ്. ഇല്ലേ, നൂഡിൽസ് ആഴ്ചയിൽ 2, 3, 4 തവണയ്ക്ക് രുചികരമായ നൂഡിൽസ്, മാഗി. ഈ ഉമ്മമാർക്കറിയില്ല കുഞ്ഞുങ്ങളെ ഉദര സംബന്ധമായ മാരകമായ ക്യാൻസറിലേക്കാണ് ഞാൻ എൻ്റെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നത് എന്ന് ഉമ്മമാർക്കറിയില്ല. അപ്പൊ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ചെറിയൊരു ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട്. അപ്പം എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക, എല്ലാവരും നന്നായി സഹായിക്കുക നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുമെങ്കിൽ പലപ്പോഴും കാലങ്ങളായി ചികിത്സിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കൂടി ഞാൻ ഇതിൻ്റെ അവസാനം പറയും. ഏറ്റവും അവസാനം അത് പറയും. നിങ്ങളെ പിടികൂടിയ രോഗം എത്ര മാരകമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഖുർആൻ മുന്നോട്ട് വെക്കുന്നൊരു എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറയും. അപ്പം അത്രയും വിശേഷപ്പെട്ട ഇൽമ കിട്ടുന്നൊരു സദസ്സാണ് നമ്മുടെ സംഘടന വെച്ചൊരു പരിപാടി എന്ന നിലക്ക് നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി സഹായിക്കാം. അള്ളാഹു എല്ലാ നന്മകളും നമ്മളിൽ വിജയിപ്പിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ, ചെറിയ കുഞ്ഞുമക്കൾ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അവർ മാരകമായ രോഗത്തിലേക്ക് പോവാണ്. അപ്പോൾ മാരകമായ രോഗങ്ങൾ ഒരു ഭാഗത്ത്, ചികിത്സയോ അതിനേക്കാൾ രസകരം, ഭീകരം എന്നൊക്കെ പറയേണ്ടി വരും. ചികിത്സിക്കാന്നല്ലാതെ സൂക്കേട് മാറിയ അനുഭവമുള്ള ആരെങ്കിലും ശ്വാസത്തിലിരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും. ചികിത്സിക്കുക, അതിങ്ങനെ തുടരുക എന്നല്ലാതെ രോഗം മാറിയ ഒരാളുണ്ടോ കൂട്ടത്തിൽ? എൻ്റെ പനി മാറിയും, പനി രോഗമാണോ? നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ സദസ്സിൻ്റെ പ്രസക്തി എന്താണ് എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. 10 കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുകൾ ഈ സദസ്സിലില്ലേ? ഡോക്ടറുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു എന്നല്ലാതെ
ഈ രോഗം പിടിച്ച മനുഷ്യന്റെ ശാരീരിക പ്രശ്നം പരിഹരിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ? 20 കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആൾ ഉണ്ടാവൂലേ കൂട്ടത്തിൽ? ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. കുടിക്കാൻ തുടങ്ങുമ്പോൾ 1 ഗുളികയോ 2 ഗുളികയോ അല്ല, ഇപ്പം എത്രയായി? 4 5 പുരോഗതി ഉണ്ടല്ലേ, മാറ്റമുണ്ട്. നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നായിരുന്നില്ലേ രോഗം മിക്ക ആളുകൾക്കും? പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് മറ്റേ സൂക്കേടും കൂടിയുണ്ട്, അതും കൂടി കഴിച്ചോളിയെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് കൊളസ്ട്രോളിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്, അതും കൂടി ഒരു മരുന്ന് കുടിച്ചോ. പിന്നെ ഇടയ്ക്കൊരു വർത്താനം, ഷുഗർ വരാൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ടാവുകൊണ്ട് ഇപ്പോഴേ മരുന്ന് കുടിച്ചോന്ന്. രസകരമായ സംഭവം. അത് കേട്ട് നിങ്ങൾ എന്നിട്ട് വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് പറയുകയും ചെയ്യും, നിങ്ങളിതൊക്കെ വാങ്ങി കുടിക്കുകയും ചെയ്യും. വളരെ രസകരമായ ഈ രോഗികൾ വരുമ്പോൾ കുറേ പേപ്പേഴ്സുമായിട്ടാണ് വരിക. അപ്പോൾ എനിക്കിങ്ങനെ ക്ലാസ് എടുത്ത് തരും വന്നിട്ട്, ഇതിൻ്റെ മരുന്നാണ്, ഇതിൻ്റെ മരുന്നാണ്. അപ്പോൾ ഇത് ഷുഗറിൻ്റെതാണ്. ഷുഗറുണ്ടോ? ഇല്ല, അത് വരാൻ ചാൻസ് ഉണ്ട്. മുമ്പൊക്കെ ഇന്ത്യയിൽ മന്ത്രിമാർ മുൻകൂർ ജാമ്യം എടുക്കലുണ്ട്, എന്തായാലും പിടിക്കുന്ന ഉറപ്പാണ്. മുൻകൂർ ജാമ്യം എന്ന് കേട്ടിട്ടില്ല നിങ്ങളൊന്നും കേൾക്കാത്തവർ എന്നെ ഇങ്ങനെ നോക്കാനുള്ള കുറച്ചോനെ. എൻ്റെ വർത്താനം തിരിയായിട്ടാ? മുൻകൂർ ജാമ്യം എന്നൊന്നും കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇന്ന സൂക്കേട് വരാൻ പോവാണ്, അതുകൊണ്ട് ഇപ്പോഴേ കഴിച്ചോളി മരുന്ന്. അത് ആ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഏത് നിങ്ങൾക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇന്ന രോഗം വരും എന്ന് പറഞ്ഞു കണ്ട് മരുന്ന് കഴിപ്പിക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം എന്ത് പുരോഗതിയാണ് നിങ്ങൾക്ക് തന്നത്? ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇസ്ലാം ശരിയായ വായനയ്ക്ക് വിധേയമാക്കപ്പെടാത്തത് കൊണ്ടല്ലേ ഈ ഒരു അബദ്ധം പറ്റിയത്? പ്രതിരോധം ആവശ്യമാണ്. പ്രതിരോധത്തിന് മരുന്നിൻ്റെ ആവശ്യമില്ല. പ്രതിരോധം ആവശ്യമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്. പ്രതിരോധം വആഫിനാ ഫീമൻ ആഫൈത്, അതാണ് പ്രതിരോധം. ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ പ്രതിരോധമാണ്. ഇസ്ലാം മനുഷ്യ ജീവിതത്തിനുമേൽ വ്യതിരിക്തമായ, വളരെ വ്യതിരിക്തമായ, മനോഹരമായ രാജപാത വെട്ടിത്തെളിച്ച മതമാണ്. അപ്പം രോഗം വരാൻ സാധ്യതയുണ്ട്, ശരീരത്തിൽ രോഗം വരാൻ സാധ്യതയുണ്ട്, ആഫിയത്ത് കുറയാൻ സാധ്യതയുണ്ട്. അത് കുറയാതിരിക്കാൻ പ്രാർത്ഥന വേണം. ഇസ്ലാമിൻ്റെ അധ്യാപനം അങ്ങനെയാണ്. പക്ഷേ പഠിച്ച് വിവരമില്ല ചില ആളുകൾ പറഞ്ഞു സൂക്കേട് വരാതിരിക്കാനും മരുന്ന്, വന്നാലും മരുന്ന്, വരാൻ പോകുന്നു എന്ന പേടിയിലും മരുന്ന്. എന്നിട്ടോ മരുന്ന് കുടിച്ചതിൻ്റെ പേരിൽ പുതിയ രോഗം വന്ന് എന്നിട്ട് വീണ്ടും മരുന്ന്. സാധാരണക്കാരായ ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല, അറിയില്ല. ചില ആളുകൾക്ക് മരുന്നിൻ്റെ എണ്ണം കുറഞ്ഞ ബേജാറാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. മരുന്നിൻ്റെ എണ്ണം കുറഞ്ഞ ബേജാറുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. ഡോക്ടറെ അടുത്ത് പോയിട്ട് മൂപ്പര് സൂക്കേടില്ല എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾക്കൊന്നും തൃപ്തിയാവില്ല. അയാൾക്കെന്തോ തിരിവാട് കുറവാന്നാ പറയാ. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണത്. തിരിവാട് കുറവ് എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എന്തോ തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വലിയ ഡോക്ടറെ കാണിക്കാൻ. ഇത് പഴയ സീനിയർ MBBS ആയിരിക്കും. പഴയ സീനിയർ MBBS എന്നൊക്കെ പറഞ്ഞ മഹാസംഭവമാണ്, മഹാസംഭവങ്ങളാണ്, വലിയ കഴിവുള്ളവർ. ഇപ്പോൾ കോഴിക്കോട് CK രാമേന്ദ്രൻ സാർ, CKR എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, CK രാമേന്ദ്രൻ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളൊക്കെ വളരെ ആദരിക്കുന്ന ബഹുമാനം. ഞാൻ CK രാമേന്ദ്രൻ സാറെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ അറിയാനും പഠിക്കാനും, വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് മികച്ച ആളുകളായത്. പ്രവാചക വൈദ്യത്തിൻ്റെ പ്രസക്തി എന്ന പേരിൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്നൊരു ഒരു ലഘു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. ഡോക്ടർ CK രാമചന്ദ്രൻ എഴുതിയൊരു ലഘു കുറിപ്പുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി. ആരോഗ്യ വിഷയത്തിൽ പ്രവാചക വൈദ്യ അധ്യാപനങ്ങളുടെ പ്രസക്തി എന്നാണ് അദ്ദേഹം എഴുതി വെച്ച കുറിപ്പിൻ്റെ പേര്. ഞാൻ ആദരവോടെ എൻ്റെ കൺസൾട്ടിംഗ് റൂമിൻ്റെ മേശപ്പുറത്ത് അത് വെക്കാറുണ്ട്.
ഇങ്ങനെ വളരെ കഴിവുള്ള പഴയ കാലത്തെ ഡോക്ടേഴ്സും ഉണ്ട്, മനസ്സിലാക്കണം. അവരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മരുന്നെഴുതൂ. ഇപ്പം എൻ്റെ കണ്ണൂര് രൈരു ഗോപാൽ എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആകെക്കൂടി ആശുപത്രി പോയി വരുമ്പോഴത്തേക്ക് 30-40 രൂപയാണ് രോഗിക്ക് ചെലവ്, മനസ്സിലാക്കണം. 10 രൂപ ഫീസും ഒരു 10-20 രൂപയുടെ മരുന്നും. ഇന്ന് ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. ഡോക്ടറുടെ മുഖം ആണെങ്കിൽ 300 രൂപ. അവിടെ ടോക്കൺ എടുത്ത വക ആശുപത്രിക്ക് 50 രൂപ വേറി, 450 രൂപ. നിങ്ങളുടെ നാട്ടിലെ കഥയല്ല, ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ചില സ്ഥലത്തുള്ള കഥ പറഞ്ഞതാ. ആകെ കൂടി 450 രൂപ ആദ്യം തന്നെ വാങ്ങി വെച്ചു. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നിട്ട് വല്ല മാറ്റമുണ്ടോ, വല്ല ഗുണമുണ്ടോ? 15 കൊല്ലം വേണമെങ്കിൽ ഈ 450 അയാൾ വാങ്ങും. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, വല്ല മാറ്റമുണ്ടോന്ന്. പ്രൊഫസർ ജെയിംസ് എന്ന് പേരുള്ള വലിയ പ്രഗത്ഭനായ ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതനുണ്ടായിരുന്നു, പ്രൊഫസർ ജെയിംസ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഓർമ്മിച്ചുവാണ്. ഞാൻ അധിക സദസ്സിൽ പറയുന്ന കാര്യം തന്നെ എവിടെയും പറയണത്. എനിക്ക് വിഷയം മാറ്റി തരാത്തതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും ഒരേ പ്രസംഗം തന്നെയാണ് പറയല്. വേറെന്തെങ്കിലും വിഷയം പറയണ്ടേ? നിങ്ങൾ ഒരു ഡോക്ടറെ 5 വർഷം തുടർച്ചയായി ഒരു ഡോക്ടറെ തന്നെ നിങ്ങൾ കാണാൻ പോയാൽ, ഒരു രോഗത്തിന്, നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇത്, ഒരു രോഗത്തിന് നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ കാണാൻ 5 വർഷം പോയാൽ ആ ഡോക്ടർ നിങ്ങൾക്ക് 20 രോഗം തരും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ആ ഡോക്ടർ നിങ്ങൾക്ക് എത്ര രോഗം തരും? 20 രോഗം തരും. ഇനി എണ്ണിക്കോ, തല മുതൽ കാല് വരെയുള്ള രോഗം എണ്ണിക്കോ. നിങ്ങൾ കാണാൻ പോയ കൊല്ലം എണ്ണിക്കോ. ഇതൊരു സാധാരണക്കാരൻ പറഞ്ഞ വാക്കല്ല, ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞ വാക്കല്ല. ചിലപ്പോഴൊക്കെ നമ്മളെ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ നിരന്തരം അന്വേഷണം നടത്തിയിട്ടൊക്കെ ചില ലേഖന കുറിപ്പുകളൊക്കെ എഴുതി. ഇതങ്ങനെയല്ല. കൃത്യമായി മരുന്നുകളെക്കുറിച്ച് നല്ല അറിവുള്ള, മെഡിസിനെ കുറിച്ച് നല്ല അറിവുള്ള, കെമിക്കൽ കോമ്പൗണ്ട്സുകളെ കുറിച്ച് നല്ല അറിവുള്ള ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ എഴുതി വെച്ചതാണിത്. അതാ ഞാൻ പറഞ്ഞത്, രോഗത്തെക്കാൾ മരുന്നുകളെ ഭയപ്പെടേണ്ട ഒരു കാലമാണിത്. രോഗത്തെക്കാൾ മരുന്നുകളെ ഭയപ്പെടണം. എറണാകുളം ജില്ലയിൽ, ആലപ്പുഴയിൽ, കൊല്ലം ജില്ലയിലൊക്കെ പനി പിടിച്ച് വ്യാപകമായി ആളുകൾ മരിക്കുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അന്നെൻ്റെ കണ്ണൂരുകാരിയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ടീച്ചറായിരുന്നു ആ പാവം സ്ത്രീ ഒരുപാട് ചീത്ത കേട്ടു പനി പിടിച്ച ആൾ മരിച്ചതിൻ്റെ പേരിൽ. അവസാനം ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ട്. എന്താണിത്? അമിതമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും അമിതമായി വേദനാസംഹാരികൾ കഴിച്ചത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം താറുമാറായതിൻ്റെ കാരണം ഇവർക്ക് മരുന്ന് എഫക്റ്റ് ചെയ്യുന്നില്ല. അത് കാരണമാണ് പനി പിടിച്ച ആളുകൾ വ്യാപകമായി മരിക്കേണ്ടി വന്നത്. പനി പിടിച്ച ആളുകൾ മരിക്കുക. പനി പറയുമ്പോഴേക്കും കേരളക്കാർ പേടിക്കുന്നു. പുതിയ വാർത്ത അങ്ങനെയല്ലേ? അല്ല എന്ന് പറയാനൊക്കോ? പനി പറയുമ്പോഴേക്കും നമ്മൾ പേടിക്കുന്നു അല്ലേ? പനി പിടിച്ച് കിടപ്പിലായ ആളുകളെ കാണാൻ പോവാതിരുന്നില്ലേ നമ്മളൊക്കെ പേടിച്ചിട്ട്? ഇല്ലേ? പനി പിടിച്ച ആളുകളെ കാണാൻ പോവാതിരുന്നില്ലേ? നമുക്കന്ന് ഓർമ്മ വന്നോ? പനി പകരില്ല, ലാ അദുവ വലാ തീറത്ത എന്ന ഹദീസ് നമുക്ക് ഓർമ്മ വന്നില്ലല്ലോ. രോഗം പകരില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് നമ്മുടെ ഓർമ്മയിൽ വന്നില്ല. രോഗത്തിന് പകരാനുള്ള കഴിവില്ല. രോഗം ഇറങ്ങും, ഒരു സമൂഹത്തിലേക്ക് രോഗം ഇറങ്ങും. ആ സമയത്ത് പ്രതിരോധശേഷിയില്ലാതെ നിൽക്കുന്ന ശരീരത്തിലൊക്കെയും ആ രോഗം ഇറങ്ങും. രോഗാണു ഇറങ്ങും. രോഗമുണ്ടാക്കുന്ന ഘടക വസ്തു, വൈറസ് എന്താണോ അതിറങ്ങും. അതിനെ പ്രതിരോധിക്കാനുള്ള ക്ഷമത ആ സമയത്തുള്ള ശരീരത്തിലൊന്നും ഈ രോഗാണുവിന്, ഇപ്പോൾ രോഗം വന്ന് എന്തു പനിയാണ് നിങ്ങളുടെ ഈ ഭാഗത്ത്? നിപ്പ വന്ന് മരിച്ച വീട്ടിലെ മരിക്കാത്ത ആൾ ഇപ്പോഴും ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? നിങ്ങളതൊന്നും അന്നേരം ചിന്തിക്കൂല.
അന്ന് മീഡിയയിൽ വളരെ വിരളി പിടിച്ച് ശരീരമാസകലം ബാൻഡേജ് ചെയ്ത് പറയുന്ന ആളുകളുടെ വാക്ക് മാത്രമേ അപ്പം നിങ്ങളുടെ ഓർമ്മയിൽ വരൂ. മനസ്സിലാക്കണം. ശ്രദ്ധ നല്ലതാണ്, സൂക്ഷ്മത നല്ലതാണ്, വൃത്തി നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യനെ പേടിപ്പിച്ച് അതിൻ്റെ പേരിൽ പേടിച്ച് ജീവിക്കുന്നതിലൊന്നും കഥയില്ല. മനസ്സിലാക്കണം. ഞങ്ങൾ രേഖാമൂലം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആരോഗ്യ വകുപ്പിലും ഈ വിഷയത്തിൽ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെ ശേഷി, രാത്രികാലങ്ങളിൽ പാത്രം തുറന്നു വെക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം സ്ത്രീകൾ പഠിക്കണം. രാത്രികാലങ്ങളിൽ പാത്രം കമിഴ്ത്തി വെക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കിനെയും രാത്രികാലങ്ങളിൽ എല്ലാ വർഷത്തിലും ഒരു രാത്രി ആകാശമേലാപ്പിൽ നിന്നും ചില പ്രത്യേക രോഗം ഇറങ്ങും. അത് ഏത് നാട്ടിലാണെന്ന് പറയാൻ പറ്റില്ല. ഒരു തവണ അത് കൊച്ചിയിലായിരിക്കും, മറ്റൊരു തവണ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലായിരിക്കും, പിന്നൊരു തവണ വയനാട്ടിലായിരിക്കും, പിന്നൊരു തവണ കണ്ണൂരായിരിക്കും. എവിടെയാണെന്ന് പറയാൻ പറ്റൂല. രോഗമിറങ്ങുന്നൊരു രാവുണ്ട് വർഷത്തിലൊരു രാത്രി. അത് ഏത് രാത്രിയിലും ആവാം. അതുകൊണ്ട് തന്നെ സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ഫദ്നാ ഫീ ളുലുമത്തിൽ ലൈൽ, അല്ലാഹുമ്മ ഹ്ഫദ്നാ ഫീ ളുലുമത്തിൽ ലൈൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇരുട്ട് വ്യാപിച്ചാൽ ആകാശമേലാപ്പിൽ നിന്നും ഇറങ്ങി വരാൻ സാധ്യതയുള്ള ചില വിപത്തുകളെ തൊട്ട് കാവലിനെ ചോദിക്കണം വിശ്വാസി. അപ്പൊ രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന, രോഗം വരാതിരിക്കാൻ ഭക്ഷണം, രോഗം വരാതിരിക്കാൻ വ്യായാമം, രോഗം വരാതിരിക്കാൻ വിശ്രമം, രോഗം വരാതിരിക്കാൻ വസ്ത്രം, രോഗം വരാതിരിക്കാൻ വെള്ളം, രോഗം വരാതിരിക്കാൻ പാല്, രോഗം വരാതിരിക്കാൻ പഴം. ഇതൊക്കെയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വലിയ അധ്യാപനങ്ങൾ. ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് എന്നെൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഒന്ന്, മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്നു, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? രോഗത്തിൻ്റെ പേരിലുള്ള ചികിത്സകൾ വിജയിക്കുന്നില്ല. ഇത് ഡോക്ടേഴ്സിൻ്റെ കുറവൊന്നുമല്ല കേട്ടോ. ഞാൻ ഏതെങ്കിലും ശാസ്ത്രശാഖയിലെ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ചികിത്സകൾ വിജയിച്ചതായിട്ട് നമ്മുടെ ആരുടെയും അനുഭവത്തിലില്ല. ഉള്ളവർ പറയട്ടെ, പ്രമേഹ രോഗം വന്നിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് പറയട്ടെ. ഞാൻ ഒരു 4-5 മാസം മരുന്ന് കഴിച്ചപ്പോഴേക്കും എനിക്ക് പ്രമേഹം ഇല്ലാണ്ടായി എന്നാൽ അങ്ങനെ പറയട്ടെ. ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചികിത്സിച്ചു, ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് നിങ്ങൾ പറയും. കാൽമുട്ടിന് തേയ്മാനം വന്നു, അല്ലെങ്കിൽ മുട്ട് മടക്കാൻ പറ്റാണ്ടായി, അങ്ങനെ ഒരു 5-6 മാസം മരുന്ന് കുടിച്ചു, ഇപ്പം നല്ല റാഹത്താണ്, ഇപ്പം മരുന്ന് കുടിക്കണില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ. ചില ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ. 30 വർഷം പഴക്കമുള്ള തലവേദന. സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമൂല്യ ഔഷധ ഗുണമുണ്ട് എന്ന് പഠിപ്പിച്ച ചില വസ്തുക്കൾ ഉപയോഗിച്ച് 2 മാസം കൊണ്ടൊക്കെ ശിഫയായിട്ട് ആളുകൾ പോകുമ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ പിന്നെ 30 കൊല്ലം എന്തിനാ തലവേദന എടുത്തത്? ഇതാണ് റസൂലുള്ളാഹിൻ്റെ സയൻസും മനുഷ്യന്മാരുടെ സയൻസ്, സാധാ മനുഷ്യന്മാരുടെ സയൻസും വഹീ കിട്ടിയ മനുഷ്യൻ്റെ സയൻസും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ലോകത്ത് 3 തരം സയൻസ് ഉണ്ട്. ഒന്ന് വഹീ കിട്ടിയ സയൻസ്, ഒന്ന് ഊഹത്തിൻ്റെ സയൻസ്, ഊഹം. യൂറോപ്യൻ സയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, യൂറോസെൻട്രിക്സ് സയൻസ്. മറ്റൊന്ന് മിത്തുകൾ, സങ്കല്പങ്ങളിൽ നിന്നുണ്ടായ സയൻസ്, ചില കഥകളിൽ നിന്ന്, ഐതിഹ്യങ്ങളിൽ നിന്നുണ്ടായ സയൻസ്. ലോകത്തിൻ്റെ വ്യാപകമായ 3 സയൻസുകൾ. ഒന്ന് വഹീനാൽ രൂപപ്പെട്ട സയൻസാണ്. മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ, ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ
വമാ യന്തിഖു അനിൽ ഹവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീ പ്രകാരമല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത, വഹീൻ്റെ സംസാരത്തിൻ്റെ മാനദണ്ഡം വഹീ. സമൂഹത്തോട് വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹീ പ്രകാരം. നമ്മുടെ ഒരു നിർഭാഗ്യം, ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും നിർഭാഗ്യം എന്ന് പറയുന്നത് വഹീനാൽ രൂപപ്പെട്ട സയൻസ് അനുഭവിക്കാൻ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന ദുർഭാഗ്യമാണ്. അപ്പൊ വഹീനാലുണ്ടായ സയൻസ്, ആ സയൻസിന്റെ ധൈര്യത്തിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞ വാക്കെന്താണ്? മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു മനുഷ്യന് മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. മാ അൻസലല്ലാഹു ദാഅൻ, മനുഷ്യന് മേൽ അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ, ഇല്ലാ അൻസല ലഹു ശിഫാ, ആ രോഗത്തിന്റെ ശിഫയെ ഇറക്കിയിട്ടല്ലാതെ, ശിഫയെ ഇറക്കിയിട്ടല്ലാതെ. അപ്പൊ there is not incurable disease, there is not incurable disease. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? വിട്ടുമാറാത്ത രോഗമില്ല, ശിഫയില്ലാത്ത രോഗമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ